ഇന്നത്തെ ദിവസം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പറശ്ശിനി മുത്തപ്പനെ കാണാൻ പോയിരുന്നു. വീട്ടിൽ നിന്ന് കുടുംബസമേതമാണ് പോയത്. പക്ഷേ പറശ്ശിനിയിലേക്കല്ല പോയത്. ഇവിടെ ഞങ്ങളുടെ മാമൻ്റെ വീടായ തെക്കിടത്ത് തറവാട്ടിലാണ് ഈ പറശ്ശിനിയിൽ നിന്ന് മുത്തപ്പൻ വന്ന് കലശം കഴിക്കുകയുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. ശരിക്കും പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ വളപട്ടണം പുഴയോരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പൻ്റെ ഒരു കഥ, അതായത് വിശ്വസിച്ചു പോരുന്നത് പണ്ട് നാടുവാഴിയായിരുന്ന അയ്യങ്കര തറവാട്ടിലെ നമ്പൂതിരിയും അന്തർജനം പാർവതിക്കുട്ടിയമ്മ, അതായത് പാണ്ടിക്കുട്ടിയമ്മ എന്നാണ് ചുരുക്കി പറയാം. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ അവരതിൽ ഭയങ്കര ദുഃഖത്തിലായിരുന്നു, മക്കളില്ലാത്ത വിഷമം. ഈ പാണ്ടിക്കുട്ടിയമ്മ ശിവഭക്തിയായിരുന്നു. എന്നും ശിവനോട് തൻ്റെ വിഷമങ്ങൾ പറഞ്ഞ്, മക്കളില്ലാത്ത വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ ശിവഭഗവാൻ പാണ്ടിക്കുട്ടിയമ്മയെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അനുഗ്രഹിച്ചു. പിറ്റേ ദിവസം രാവിലെ കുളിക്കാൻ പുഴവക്കത്ത് ചെന്നപ്പോൾ ഒരു കുഞ്ഞ്, നല്ല തേജസ്സുള്ളൊരു കുഞ്ഞ്, അന്തർജനവും നമ്പൂതിരിയും ആ കുട്ടിയെ എടുത്ത് വളർത്തി. ആ കുഞ്ഞാണ് പിൽക്കാലത്ത് മുത്തപ്പൻ എന്നാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. ഇനി നമുക്ക് ഈ മുത്തപ്പൻ നമ്മുടെ ഇവിടെ വന്ന് അണിഞ്ഞൊരുങ്ങിയതൊക്കെ ഒന്ന് കണ്ടാലോ. മുത്തപ്പന് വേഷം ധരിച്ചിരുന്ന ആൾ തന്നെയാണ് കേട്ടോ ഇവിടെ അണിഞ്ഞൊരുങ്ങിയതും. ഇനി നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. കാര്യാതി അനുഭവങ്ങളൊക്കെ ആത്മത്യങ്ങൾ ഉണ്ട് ദൈവേ പൊന്നുമുത്തപ്പ. അതിന് ഫലമെന്നിരിക്കുന്ന വിഭവത്തിങ്ങൾ ഫലവീരൻ ചോരാതക്ക വണ്ണം മൂക്കുമുച്ചിൽ ഉണർവും തന്നെ മുന്നോട്ട് നീക്കുന്നതായിരിക്കുന്ന മനക്കരുത്തും ആത്മശക്തിയും എന്നിരിക്കുന്ന ദൈവം താഴ്ന്നിരിക്കുന്ന കാര്യാതി കർമ്മത്തിനായിരിക്കും വിളിച്ച് മുന്നോട്ട് നീക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങളും ദൈവം കരുത്തോടു കൂടി ചൊന്ന് വെച്ചാപ്പോലെ നിത്യമെന്നിരിക്കുന്ന കർമാതി കർമ്മങ്ങളായിരിക്കുന്ന വഴികളിലേക്ക് വിശേഷിക്കുമ്പോൾ ഈ ദേശത്തിരിക്കുന്ന ദിവ്യന്മാരൊക്കെ വിശേഷിക്കുന്നുണ്ട് അല്ലേ. അതിനപ്പുറം അതിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ഒരു പൊരുളില്ലേ, മുത്തപ്പനൊരു പൊരുളില്ലേ അല്ലേ. മഞ്ഞളും തോറും തൊട്ടാൽ എനിക്ക് പോകാൻ വെക്കുക അല്ലെ, എന്നെ കാണാൻ മഞ്ഞൊന്നും വെക്കുക അല്ലെ, കലകാടി അല്ലേ, കാടും പടലും വെച്ച് അല്ലെ, ഇവിടെ ഒന്നുകൂടി ധരിച്ചിട്ട് അല്ലെ, അല്ലെ തൊണ്ടക്കാ ഉത്സവത്തൊരു അല്ലെ ശരീരമായിരിക്കും ദേവനാ. എന്നാലും കാണുന്ന കാണികൾക്കും കേൾക്കുന്ന കർണത്തിൽ ഇപ്പമാർന്നിരിക്കുന്ന ദേവനാ ദൈവം പൊന്നു മുത്തപ്പനല്ലേ. ആ വട്ട് മുള്ളാണെങ്കിലും മുറുക്ക പിടിക്കണമെന്ന് നോക്കുക. മുറുക്ക പിടിച്ചില്ലേ അല്ലേ, ആ വട്ട് പിടിച്ചാൽ കുടി തട്ടുക. മുത്തപ്പനെന്നാ കുരുടം പിടിച്ച പോലെ തട്ടുക. കുടം പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവുക? കണ്ണു കാണാത്തവര് കൈ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവുക? അറിയില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു. അല്ലെ മുത്തപ്പൻ എന്താ അല്ലെ കുരുടം പിടിച്ച പോലെയാണല്ലോ ഇവിടെയാ അല്ലെ. കുരുടെന്ന് കൊണ്ട് ദോഷം വിശേഷിക്കുന്നതല്ല കേട്ടോ അല്ലെ, അതും വിശേഷിക്കാം അല്ലോ അല്ലെ. എന്നാലും അങ്ങനെയാണ് ദൈവം പിടിച്ചാലല്ലേ പിടി വിടാതൊക്കെ വേണം അല്ലെ അല്ലെ. ഒന്നാമത് മനസ്സിൽ ഭക്തിയുടേതായിരിക്കും നടപടിട്ടാ ദൈവം അനുഗ്രഹിക്കും അല്ലെ. എന്നെ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് കേട്ടാ, എന്നെ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്ന ആ വിധത്തിലിരിക്കുന്ന അനുഭവങ്ങളാണ് ദൈവം തിരിച്ചു കൊടുക്കുന്നത് കേട്ടുവാ. കൈവിടാതൊക്കെ വേണം കടാക്ഷം ചേർത്ത് വെച്ച് തരാം ദൈവം പൊന്നു മുത്തപ്പൻ കേട്ടുവാ.